എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. കാരണം BJPക്ക് ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരന്ന് കോൺഗ്രസ്സിന്. അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ട് അത് UDF ആണ്. 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. 2019 മുതൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് നയത്തിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം വർഗീയ ശക്തികളുടെ വോട്ടിലാണെന്ന വിജയരാഘവന്റെ പ്രസ്താവനയെ എത്തിയത് പോയ വാരമാണ്. കോൺഗ്രസ് ചെറുത്തു, ഉറച്ചുനിന്നു. CPM ജമാഅത്തെ വെൽഫെയർ പാർട്ടി SDPI ബന്ധം ഉന്നയിച്ച് പ്രതിരോധിച്ചു. കോൺഗ്രസിന്റെ കരുത്തൻ പറയുന്നു, വട്ടിയൂർക്കാവിൽ ഈ വോട്ടൊക്കെ പെട്ടിയിലായിട്ടുണ്ട് എന്ന്. കോൺഗ്രസ് വെട്ടിലായോ? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയമാണ് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ AK ഷാനിബ് CPMൽ നിന്ന്, മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് അനുഭാവിയുമായ ശ്രീ N ശ്രീകുമാർ, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു BJPയിൽ നിന്ന്, ശ്രീ റസാഖ് പാലേരി വെൽഫെയർ പാർട്ടിയിൽ നിന്ന്. ശ്രീ N ശ്രീകുമാർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ N ശ്രീകുമാർ, കോൺഗ്രസിലെ നേതാക്കൾക്ക് എന്തെങ്കിലും നേർച്ചയുണ്ടോ ഇങ്ങനെ തുടരെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കണമെന്ന്? നോക്കൂ മാധു, നിങ്ങളുടെ ധാരണ ഇതൊരു പുതിയ കാര്യമാണെന്നാണോ? ഇത് മുരളീധരൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതുമാത്രമല്ല, ഇതൊരിക്കൽ വിവാദമായി നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതായത് ജമാഅത്തെ ഇസ്ലാം അമീറിനെ MM ഹസൻ പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ കുറച്ചു കാലം മുമ്പ്, കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ കാലത്താണ്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ മറന്നുപോയോ? ഇതൊരു പുതിയ കാര്യമേ ഇല്ല. മുരളീധരൻ തന്നെ മുമ്പും പറഞ്ഞിട്ടുണ്ട് വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിൻ്റെ ഇത് പിന്തുണ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്. പക്ഷേ ഇതും പാലക്കാട് വിജയരാഘവൻ്റെ പ്രസംഗം നമ്മളൊന്നും കൂട്ടിക്കൊളുത്തേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. UDFലെ ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. ആ ഒരു ഘടകകക്ഷി ബന്ധത്തിൽ മാത്രമാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മുരളീധരൻ പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് അവർ പിന്തുണ കൊടുത്തു. ശരിയായിരിക്കാം. അതുപോലെ 2016 ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു. അതും ശരിയായിരിക്കാം. പക്ഷേ ഇത് അവർ വോട്ട് ചെയ്യുന്നു എന്നൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞുകൊണ്ട് അത് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം അത് കോൺഗ്രസിന് വെട്ടിലാകുമെന്നൊക്കെ ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? ഇതൊരു പുതിയ കാര്യമല്ലേ, അല്ലെങ്കിൽ ഇതൊരു പുതിയ വെളിപ്പെടുത്തലല്ലേ, പുതിയ വിവാദമല്ലേ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. തരം കിട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കണമെന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ് എന്ന് ചോദിച്ചുള്ളൂ. ഇതിപ്പോ വിജയരാഘവന്റെ പ്രസ്താവനയുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ, നോക്കൂ, അത് അങ്ങേക്ക് മാത്രം പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. അത് മുഖവിലക്കെടുക്കില്ല രാഷ്ട്രീയ കേരളം. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെ 4,10,000 വോട്ടും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഈ വെൽഫെയർ പാർട്ടിയും ചേർന്ന് സമ്പാദിച്ചു കൊടുത്തതാണ് എന്നൊന്നും ഇവിടെ ആരും വിചാരിക്കുന്നില്ല. CPM പോലും അങ്ങനെ പറയുന്നില്ല. CPM പറയുന്നത് എന്താണ്? ഇവരുടെയൊക്കെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഒരു കുട പോലെ നിന്ന് ഈ സമ്മർദ്ദ ശക്തികളെ, ഈ സാമുദായിക ശക്തികളെ മുഴുവൻ അണിചേർത്ത് നിർത്തി അതിന്റെ ഫലം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്ന ആരോപണങ്ങൾ. വട്ടിയൂർക്കാവിൽ മുരളി മത്സരിച്ചപ്പോൾ കിട്ടിയ മുഴുവൻ വോട്ടും ഇവരുടേതാണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അത് കിട്ടിയിട്ടുണ്ടെന്ന് ആ സ്ഥാനാർത്ഥിക്ക് അറിയാം. അത് കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഇപ്പോഴും സ്ഥിരീകരിക്കുന്നു. ഏത് ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബന്ധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും CPMഉം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം വാരി എറിയുന്ന നേരത്ത് കോൺഗ്രസിലെ കരുത്തൻ എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരാൾ അതങ്ങ് സാധൂകരിക്കുകയാണെന്നേ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മുരളീധരൻ പറഞ്ഞോ ജമാഅത്തെ ഇസ്ലാമിയും KPCCയുമായിട്ട് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലല്ലോ. പുള്ളി പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന് വോട്ട് കിട്ടി. ശരിയല്ലേ അത്? അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വോട്ട് കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന് വോട്ട് കിട്ടിയിട്ടില്ല എന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞു. എനിക്ക് വോട്ട് കിട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇവിടെ കൃത്യമായ ബന്ധം ഉണ്ടായിരുന്ന പാർട്ടി CPM അറിയാമല്ലോ. ഒരു കാലഘട്ടത്തിൽ അവർക്കായിരുന്നു പിന്തുണ. വയനാടിലെ MI ഷാനവാസ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് മാത്രം പിന്തുണ കൊടുത്ത് മറ്റ് 19 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് പിന്തുണ കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയെ CPM എതിർക്കുന്നത് ഒക്കെ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് രേഖകൾ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. മുരളീധരൻ പറഞ്ഞ രേഖയായി വരും കാലത്ത് നോക്കൂ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിന് മുൻപ് വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലൊക്കെ എല്ലാ പ്രചാരണ വേദികളിലും CPM ആവർത്തിക്കുമെന്ന് ഈ പഴയ ചരിത്രം എന്നതുപോലെ പുതിയ ചരിത്രം. ഏറ്റവും ഒടുവിൽ മുരളീധരൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നിടത്ത് ഓരോ ഇടത്തും നിങ്ങൾ പോയി പ്രതിരോധിക്കുമോ? ഇല്ല. അങ്ങനെ ഇത്രയും ചൂടേറിയ വിഷയമായി ഇത് നിൽക്കുമ്പോൾ, വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത്ര രാഷ്ട്രീയ ബുദ്ധിയില്ലാത്ത ആളാണോ മുരളീധരൻ? അല്ല.
അല്ല മാധു, ഇതിൽ നിങ്ങൾ വേറെ വ്യാഖ്യാനങ്ങളൊന്നും കാണണ്ട. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ആരെങ്കിലും ഉന്നയിക്കും. ഇപ്പോൾ CPM ഒക്കെ ഉന്നയിക്കും. അവർ പാലക്കാട് ഉന്നയിച്ചല്ലോ. എന്തൊക്കെയാണ് പാലക്കാട് അവർ ഉന്നയിച്ചത്? ഞാൻ പറഞ്ഞു, ജനങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയെന്നുള്ള അല്ല വിഷയം വരിക. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് ഗവൺമെൻറ് എന്ത് ചെയ്തു, പ്രതിപക്ഷം എന്ത് ചെയ്തു, ഇതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുക. അല്ലാണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് മുരളീധരൻ വട്ടിയൂർക്കാവിലെ ജമാഅത്തിൻ്റെ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അത് പ്രമാണിച്ച് നിങ്ങളുടെ വോട്ട് അങ്ങ് പറഞ്ഞത് ശരിയാ. പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി അതില്ലല്ലോ. പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ SDPI ആഹ്ലാദ പ്രകടനം നടത്തുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളുമായിട്ട്. ആ സമയത്ത് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടു. മാത്രമല്ല, മാറിയ രാഷ്ട്രീയത്തിന്റെ ചിത്രം നമുക്കറിയാവുന്നതാണല്ലോ. CPM ഭൂരിപക്ഷ വോട്ട് ബാങ്കിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്ന ഒരു നയപരിപാടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന വിമർശനങ്ങളും വിശകലനങ്ങളും വരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിജയരാഘവന്റെ അടക്കം പ്രസ്താവന കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ചർച്ച ചെയ്താണല്ലോ. കോൺഗ്രസ് വലിയ വായിലെതിരെ പ്രതിരോധിച്ചല്ലോ, അത്തരം വോട്ടുകൾക്ക് പിന്നാലെ പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതിനൊക്കെ എതിര് നിൽക്കില്ലേ ഇത്? അതായത് മുരളീധരൻ്റെ പ്രസ്താവനയെ ബന്ധപ്പെടുത്തി നിങ്ങളിങ്ങനെ ചങ്ങല കൂട്ടി അണക്കണ്ട. പാലക്കാട് എന്തിനാ SDPI അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ പ്രകടനം നടത്തിയിട്ടുണ്ടാവുക? നമ്മുടെ രാഹുൽ ജയിച്ചപ്പോഴേ അത് BJP തോറ്റതുകൊണ്ടാണ്. കാരണം BJP ആണല്ലോ 2ാം സ്ഥാനത്ത്, CPM അല്ലല്ലോ. കോൺഗ്രസ് 1ാം സ്ഥാനത്ത്, BJP 2ാം സ്ഥാനത്ത്, CPM 3ാം സ്ഥാനത്ത്. അപ്പോൾ അവിടെ മുഖ്യകക്ഷി 2ാം സ്ഥാനത്ത് BJP ആണ്. കോൺഗ്രസ് BJP മത്സരത്തിൽ BJP തോറ്റതിന്റെ ആഹ്ലാദം ആരെങ്കിലും പ്രകടിപ്പിച്ചു? അത് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. BJPക്കെതിരായ വോട്ട് എന്ന നിലയ്ക്ക് തങ്ങളുടെ വോട്ട് കിട്ടി എന്നുള്ളത്. ഇതിന്റെ പ്രശ്നം എന്താണ് എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ, ഇതിന്റെ ആക്ച്വൽ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീ N. ശ്രീകുമാർ, ഇതൊന്നും ആരും കണക്കിലെടുക്കുകയില്ല. ഇതിന്റെ അവസാനം അല്ലെങ്കിൽ ഇന്നത്തെ ചൂടേറിയ വിഷയത്തെ ഓരോ വാക്കും ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരൊറ്റ കാര്യമായിരിക്കും അടുത്ത രാഷ്ട്രീയ പരീക്ഷണ വേദികളിൽ, പ്രചാരണ വേദികളിലൊക്കെ കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. അത് കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് അങ്ങ് പറഞ്ഞു വെക്കരുത്. ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ പ്രകാശ് ബാബു, ശ്രീ പ്രകാശ് ബാബു അങ്ങ് കേൾക്കാമോ? ശരി, സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ അങ്ങിലേക്ക് വരാം. മറ്റ് 2 അതിഥികൾ കൂടി നമ്മളോടൊപ്പം ചേരേണ്ടതുണ്ട്. ശ്രീ N. ശ്രീകുമാർ, ഞാൻ അങ്ങിൽ തുടരുകയാണ്. ശ്രീ N. ശ്രീകുമാർ, ഇതിപ്പോ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും, എൻ്റെ രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടിയും SDPIയും ഒക്കെ ലീഗിനു താഴെ അണിനിരന്ന്, അത് ഇപ്പം മുരളീധരൻ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ലീഗിന് താഴെ അണിനിരന്ന് കോൺഗ്രസിന് വോട്ടുണ്ടാക്കി കൊടുക്കുന്നു. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ ഏറ്റവും പരമാരാധ്യനായ നേതാവ്, തീവ്ര ഘടകങ്ങളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഡൽഹിയിലേക്ക് പോയത് എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അതിനെ അങ്ങ് തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി എന്ന നിലയ്ക്കല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ സഖ്യമുണ്ടാക്കിയിട്ടല്ല, ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പലതും പയറ്റുന്നത് എന്നറിയാത്ത ആളാണോ അങ്ങ്? നോക്കൂ, ഇത് ഒരു തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുമില്ല, ഒന്നുമില്ല. ഒരു കുറച്ച് പേരെ ഏതെങ്കിലും ഒരു സംഘടന ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ പിന്തുണച്ചു എന്നതുകൊണ്ട് കോൺഗ്രസ് അവരുമായി സഖ്യമുണ്ടാക്കി ധാരണയുണ്ടാക്കിയെന്ന് എങ്ങനെയാണ് പറയുക? മാധു, ഇവിടെ കൃത്യമായിട്ട് ആരാണ് ജമാഅത്തെ ഇസ്ലാമാക്കി ധാരണയുണ്ടാക്കിയത് എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ രേഖകളുണ്ട്. CPMൻ്റെ മുഖപത്രം ഒരിക്കൽ മുഖപ്രസംഗം എഴുതിയില്ലേ ആ ബന്ധത്തെക്കുറിച്ച്? 2 കാര്യങ്ങൾ, സുപ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് മുഖപ്രസംഗം എഴുതി. അതിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള അവരുടെ പിന്തുണയെക്കുറിച്ചായിരുന്നു. നമ്മൾ അതൊന്നും മറക്കരുത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണമാണല്ലോ. വീക്ഷണം ഇന്നേവരെ അങ്ങനെ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടില്ല. ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എടുത്ത് വായിച്ചു നോക്ക്. 2 സുപ്രധാന കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ ഹെഡിങ്. അതിലൊരു കാര്യം ഇതാണ്: ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് അവരുടെ പത്രം മാധ്യമം എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും അവർ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഇതാ മുന്നേറുന്നു എന്ന് പറഞ്ഞ് സെൻട്രൽ വളരെ ആ പത്രത്തിൻ്റെ മുഖ്യ പേജുകളിൽ ഇങ്ങനെ നിരന്തരം വാർത്ത കൊടുത്തുകൊണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാനത്ത് കെ മുരളീധരൻ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്തു 2016 ഉപതെരഞ്ഞെടുപ്പിൽ. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. കാരണം അവിടെ കുമ്മനം രാജശേഖരനാണ് മത്സരിച്ചത്. കുമ്മനം രാജശേഖരൻ BJP ആണ്. BJPയെ തോൽപ്പിക്കാൻ CPMന് ശക്തിയില്ല. അല്ലെങ്കിൽ CPM BJP തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവിടെ അതേ ഘട്ടത്തിലാണ് ചോദിച്ചത്. നോക്കൂ, ഇതെല്ലാം കണക്ട് ചെയ്യപ്പെടുന്നത് എങ്ങോട്ടാണ്? വിജയരാഘവൻ പറഞ്ഞ വാക്കുകളോട് പദാനുപദം ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ്. വിജയരാഘവൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഉണ്ട്.
ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കേണ്ടത് ന്യൂനപക്ഷ വർഗീയത കൊണ്ടല്ല, ന്യൂനപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടകരം എന്നും നമുക്കറിവുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ RSSന്റെ അത്രയും കാലത്തെ നേതാവ് BJPയുടെ സ്ഥാനാർത്ഥിയായ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോട് കൂടിയാണ് കോൺഗ്രസ് അതിനെ ചെറുക്കാൻ പോകുന്നത് എന്നാണോ? മാധു ഇല്ലാത്തതൊന്നും എഴുതുകയോ വായിക്കുകയോ വേണ്ട. ഞാൻ പറഞ്ഞത് എന്താണ്, BJP CPM ബന്ധത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ ഏറ്റവും പുതിയ ഉദാഹരണം എന്താണ്? ADGP DGP സ്ഥാനക്കയറ്റവും അദ്ദേഹത്തിൻ്റെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച അതൊക്കെ ചർച്ചാ വിഷയമല്ലേ? അപ്പോൾ അതുകൊണ്ട് BJPയെ തോൽപ്പിക്കാൻ പറ്റാവുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് ആണെന്ന് തോന്നിയാൽ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അത് കോൺഗ്രസ് ആവശ്യപ്പെടണമെന്നില്ല. കാരണം പല വേദികളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ശ്രീ എൻ ശ്രീകുമാർ, ഞങ്ങൾക്ക് ഇവരുടെ വോട്ട് വേണ്ട എന്ന് കൃത്യമായി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഈ പറയുന്ന പോലെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എഴുതിയിട്ടില്ലേ എന്നങ്ങ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം പാലക്കാട്ടേതടക്കം പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട, SDP യുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയാൽ പോരട്ടെ എന്ന നിലപാടാണ് നിങ്ങൾക്ക് എന്ന് CPM പറയില്ലേ? അല്ല മാധു, അപ്പോൾ UDFന്റെ സ്റ്റേറ്റ്മെൻറ്റും KPCയുടെ സ്റ്റേറ്റ്മെൻറ്റും മറന്നുപോയോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എറണാകുളത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാരവാഹികൾ പത്രസമ്മേളനം നടത്തിയിട്ട് UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്താ UDF പറഞ്ഞത്? ഞങ്ങൾക്ക് അവരുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത് ആവർത്തിക്കേണ്ട കാര്യമുണ്ട്. അവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഞാൻ ആദ്യം SDP-യുടെ ആളുകൾ വിജയാഹ്ലാദ പ്രകടനം നടത്തി എന്ന് പറഞ്ഞ സമയത്ത് അങ്ങ് പറഞ്ഞു അത് അവർക്ക് BJPയെ തോൽപ്പിച്ചത് കൊണ്ടാണ് എന്ന്. അതിനുശേഷം വാർത്താ സമ്മേളനങ്ങൾ പലതും നടന്നിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ പേരിൽ നിങ്ങൾ അങ്ങനെ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യേണ്ട എന്ന കൃത്യമായ സന്ദേശം കൊടുത്തോ UDFന്റെ ഏതെങ്കിലും നേതാക്കൾ? അതായത് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നടത്തുന്ന ഒരു പ്രകടനത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ അഭിപ്രായം പറയുമോ? തെരഞ്ഞെടുപ്പിലെ ഇപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതിൽ ആർക്കെങ്കിലും ആഹ്ലാദം കാണും, അവർ പ്രകടനം നടത്തും. അതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച നമുക്ക് ചില കാര്യങ്ങളെ കണ്ണടച്ച് ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. SDP ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനെ ഒരു പൊതുജനകീയ SDP അവരുടെ ബാനർ ഉയർത്തിപ്പിടിച്ച് ഒരു ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ഒരു പൊതുജനകീയ ആഹ്ലാദ പ്രകടനം എന്നൊന്നും കോൺഗ്രസിന് അങ്ങനെ നിഷ്കളങ്കപ്പെടാൻ കഴിയില്ല ശ്രീ എൻ ശ്രീകുമാർ. അപ്പോൾ SDP അങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ CPM അടക്കം രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾക്കെതിരെ അതിനെതിരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഉജ്ജ്വലമായ വിജയത്തിന്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കേണ്ടതില്ല എന്ന് പറയാമല്ലോ. അല്ല അത് വെറുതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? അതായത് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും പറയില്ല. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. ജനങ്ങളുടെ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ പോസ്റ്റ്മോർട്ടം നടത്തുമോ? UDF വ്യക്തമായിട്ട് അവരുടെ അഭിപ്രായവും അജണ്ടയും പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്തു. അല്ല, അവർ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്നു, ജനങ്ങൾ വോട്ട് ചെയ്തു, അവർ വിജയിക്കുന്നു. വിജയിച്ചപ്പോൾ ഇന്ന ആളുകളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം പറയാറുണ്ടോ? ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, ഇവിടെ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകമായി മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ മത്സരിക്കുമ്പോൾ അങ്ങനെ അതിന്റെ ജനകീയ സ്വഭാവത്തോടു കൂടി അല്ല കാണേണ്ടത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപനമായി തന്നെ ആഹ്ലാദ പ്രകടനമായി തന്നെയാണ് കാണേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങേക്ക് മറിച്ചെങ്കിൽ അങ്ങേക്ക് പറയുകയും ചെയ്യാം. ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ ഷാനിബ്, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ഷാനിബ്, അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ, ശ്രീ ഷാനിബ് ഇത് നോക്കൂ. ഇപ്പോൾ K മുരളീധരൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് BJPക്കെതിരായ വിജയത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അടക്കം പിന്തുണ നൽകിയിട്ടുണ്ട്. അത് ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉടലെടുത്ത് വന്നിട്ടുള്ള രാഷ്ട്രീയ പിന്തുണയാണ്. അതിനപ്പുറത്തേക്കുള്ള സഖ്യ പ്രഖ്യാപനമോ സഖ്യമായ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതോ ഒന്നുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ ഈ ചർച്ചയിൽ പറഞ്ഞത്. എങ്ങനെയാണ് CPM ഇതിനെ നോക്കിക്കാണുന്നത്? കാരണം നിങ്ങൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി ബന്ധവുമായി ബന്ധപ്പെട്ട് നിരന്തര ആരോപണം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ്. അതിനിടയിലാണ് K മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രസ്താവന ഉണ്ടാവുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, സഖാവ് A വിജയരാഘവൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന ചർച്ച എത്രത്തോളം പരിതാപകരമായ ഒരു ചർച്ചയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ, നിങ്ങൾ എത്രത്തോളം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഇപ്പോൾ K മുരളീധരന്റെ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് UDF മുൻപും ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടെന്നും അത്തരം ശക്തികളുടെ പിന്തുണയോടെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ശ്രമം
അവർ നടത്തിയിട്ടുള്ളത് എന്നും കെ മുരളീധരനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാവ് വളരെ വ്യക്തമായി ജനങ്ങളോട് തുറന്നു പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഒരു ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള SDP പോലെയുള്ള ഒരു സംഘടനയുമായി എങ്ങനെയാണ് ഒരു സഖ്യമുണ്ടാക്കാനും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാനും സാധിക്കുക എന്ന തലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന രഹസ്യ ബന്ധത്തെ പരസ്യമായ ഒരു മുന്നണി ബന്ധമാക്കി എങ്ങനെ കൊണ്ടുപോകാമെന്ന കാര്യത്തെക്കുറിച്ച് കോൺഗ്രസും UDFും ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സഖാവ് വിജയരാഘവന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന പുറത്തു വന്നത്. പാർട്ടിയും ആ നിലപാടിനെ കൂടുതൽ കൃത്യമായി ശക്തമായി തന്നെ ആ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തത്. ആ നിലപാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇത് മുസ്ലിം വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണ്, വിജയരാഘവൻ ന്യൂനപക്ഷ വിരുദ്ധനായ ഒരാളാണ് എന്ന നിലയിൽ അദ്ദേഹത്തെ നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ് അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, CPM മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ കെ മുരളീധരന്റെ പ്രസ്താവന കൂടി പുറത്തു വരികയാണ്. ഇപ്പോൾ ഇവിടെ ശ്രീകുമാരേട്ടൻ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് CPMഉം ഇത്തരത്തിലുള്ള പിന്തുണ വാങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇവിടെ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭരണ സമിതി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെറിയ നീക്കുപോക്കുകളെ കുറിച്ച്, എന്നാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ പാർട്ടി ഇടപെട്ട് അത്തരത്തിൽ നീക്കുപോക്കുകൾ പോലും പാടില്ല എന്ന് കർശന നിർദ്ദേശം കൊടുക്കുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി സെക്യുലർ ശക്തികളോടൊപ്പം തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDP പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ അത്തരത്തിലൊരു BJPക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ എല്ലാവരും ചേർന്ന് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, നമുക്ക് മനസ്സിലാവും അത് രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന്. എന്നാൽ അതിനുശേഷവും ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ആ സഖ്യം, ആ കൂടിച്ചേരൽ ഒരു മുന്നണി ബന്ധം എന്നതുപോലെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആശയ രൂപീകരണ സമിതിയായി പ്രവർത്തിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതൊക്കെ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് അതിന്റെ മുന്നണി ബന്ധം എന്ന നിലയിലേക്ക് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒന്ന്, വിജയരാഘവന്റെ പ്രസ്താവന വരുന്നു. വിജയരാഘവൻ ഇങ്ങനെ ഒരു പരാമർശം പാർട്ടിയുടെ ഒരു മീറ്റിംഗിൽ വെച്ച് നടത്തുന്നു. അപ്പോൾ ഒരു പൊതുപരിപാടിയാണ്, പാർട്ടിയുടെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നു. അതിനെതിരെ വിമർശനം ഉന്നയിച്ചത് ആരാണ്? രാഹുൽ ഗാന്ധിയുടെ വോട്ട്, പ്രിയങ്ക ഗാന്ധിയുടെ വോട്ട് വർഗീയ ഘടകങ്ങളുടെ കൂടി വോട്ടാണ്. അതുകൂടി തീവ്ര വർഗീയ ഘടകങ്ങളുടെ വോട്ടുകൾ വാങ്ങിക്കൊണ്ടാണ് ഇവിടുന്ന് ഡൽഹിക്ക് പോയത് എന്ന ആരോപണം വിജയരാഘവൻ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് UDFന്റെ സകല നേതാക്കളും അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് വോട്ട് വാങ്ങിപ്പോകുന്നത് മുഴുവൻ തീവ്ര ഘടകങ്ങളെയും UDFിലെ ലീഗിന്റെ കീഴിൽ അണിനിരത്തി കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് പിന്നീട് പാർട്ടി വിശദീകരിക്കുമ്പോഴും വിജയരാഘവന്റെ പ്രസ്താവന എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അത് പറയുമ്പോഴും കോൺഗ്രസും UDFിലെ നേതാക്കളുമാണ് അതിനെ പ്രതിരോധിക്കുന്നത്. മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിശകലനത്തിന് വിധേയമാക്കിയത് എന്താണ്? ഇതിൽ ന്യൂനപക്ഷ വിരുദ്ധതയുണ്ടോ, കോൺഗ്രസിന്റെ ആരോപണം ശരിയാണോ, CPMന്റെ ആരോപണം ശരിയാണോ എന്നാണ്. P. ജയരാജനാണെന്ന് മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥി അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അതേപോലെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിച്ചിട്ടുണ്ട്. ആ ചർച്ച കാണാവുന്നതാണ്. അല്ലാതെ ഇവിടെ ഏകപക്ഷീയമായി അയ്യോ വിജയരാഘവൻ പറഞ്ഞത് തെറ്റായിപ്പോയി, അല്ല VD സതീശൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന നിലപാടൊന്നുമില്ല. ചർച്ച വെക്കുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറയാനാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ചർച്ചകളാണോ പരിതാപകരം? ആരോപണങ്ങളും അതിനെ പ്രതിരോധിക്കുന്ന രീതിയും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതാണ്. അത് ചർച്ച എന്ന് പറയുന്നത് രാഷ്ട്രീയ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ മൂന്നാമത്തേത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വർഗീയ പാർട്ടികൾ പ്രശ്നമില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ പാർട്ടികൾ പ്രശ്നമാണ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പല്ലേ ഷാനിബേ? ഞാനങ്ങനെ പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത്. അല്ല, മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് അതിനെ നമ്മൾ അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ്, ജാഗ്രതയോടെ തന്നെ അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും നേരത്തെ പറഞ്ഞു കേട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തരം ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം എന്നാണ് ഷാനിബ് ഉപയോഗിച്ചത്. നിരീക്ഷിക്കുന്നു എന്നൊന്നുമല്ല. പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ അത് കൂടുതൽ വ്യക്തമാക്കി പറയാം. ഞാൻ പറഞ്ഞ കാര്യത്തെ ഞാൻ തന്നെ വ്യക്തമാക്കി പറയാം.
അത്തരം തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സെക്യുലർ വോട്ടുകൾ എല്ലാവരും ചേർന്ന് BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കും. സെക്യുലർ വോട്ടുകളുടെ കൂടെ നിങ്ങൾ ഈ പാർട്ടികളുടെ വോട്ട് കൂട്ടിയിട്ടുണ്ടോ? സെക്യുലർ വോട്ടുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഈ പാർട്ടികളുടെ വോട്ട് കൂട്ടിയിട്ടുണ്ടോ? പറഞ്ഞോ. അതാണ് ഞാൻ പറയുന്നത്. അല്ല, അത് പറഞ്ഞോണ്ടാ ചോദിച്ചത്. സെക്യുലർ പാർട്ടികളുടെ വോട്ട് BJPക്കെതിരെ എന്ന് പറയുമ്പോ സെക്യുലർ വോട്ടുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഈ പാർട്ടികളുടെ വോട്ടുകൾ കൂട്ടിയിട്ടുണ്ടോ? ഇപ്പൊ അവര് സെക്യുലർ ആണോ അല്ലയോ എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. സെക്യുലർ അതല്ലേ ഞാൻ അതാ പറഞ്ഞത്. സെക്യുലർ വോട്ടുകൾക്കൊപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള SDPI പോലെയുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരും ഈ സെക്യുലർ വോട്ടുകൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. വ്യക്തമാണ്. എന്നാൽ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒപ്പം നേരത്തെ ഉണ്ടായിരുന്നില്ല, പിന്നീട് വിശദീകരിക്കുമ്പോഴേ ഒപ്പം വരുന്നുള്ളൂ. സെക്യുലർ വോട്ടുകൾക്കൊപ്പം എന്നിപ്പോ കൂട്ടിച്ചേർത്ത് പറഞ്ഞല്ലോ, നേരത്തെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ എടുത്ത് കേട്ടാൽ ഉണ്ടായിരുന്നു. ഞാനത് പറയുമ്പോഴേക്കും ഇടയിൽ കയറി എങ്ങനെ അത് മനസ്സിലാവുക? ഞാനത് പറഞ്ഞു വരുമ്പോഴാണല്ലോ ഇടയിൽ കയറുന്നത്. ഒപ്പം ഈ വോട്ടുകൾ കൂടി ചേരുന്നു എന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഇടപെട്ടത്. അതുകൊണ്ട് അത് മനസ്സിലാവാതിരുന്നത്. ശരി. അപ്പൊ ഇത്തരത്തിലുള്ള വോട്ടുകൾക്കൊപ്പം അതുകൂടി ചേരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊരു മുന്നണി ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന കാര്യത്തെ ഗൗരവമായി കാണണമെന്നാണ്. RSSനെ എതിർക്കുന്നതിന് വേണ്ടി, ഹിന്ദുത്വ വർഗീയതയെ എതിർക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ ആ വഴിയിലൂടെ അങ്ങനെ നമ്മൾ RSSനെതിരെ നിലപാട് സ്വീകരിക്കുന്നു എന്ന സൗകര്യം മുതലെടുത്തുകൊണ്ട് അവിടെ മുസ്ലിം തീവ്രവാദ സംഘടനകളെ കൂടി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു. അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ്. ഹൈദരലി തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഒക്കെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലിരുന്ന കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള SDPI പോലെയുള്ള സംഘടനകളെ മാറ്റി നിർത്താനുള്ള നിതാന്ത ജാഗ്രത അവർ പുലർത്തിയപ്പോ ഇപ്പോ ആ ജാഗ്രതയില്ല. അവരുമായി ചേർന്ന് ഈ മുന്നണിയെ അതൊരു മുന്നണി ബന്ധം എന്നതുപോലെ തന്നെ വിപുലീകരിക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗ് നടത്തുന്നു. അതിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് കൂടുതൽ വ്യക്തമാകുന്നു ഓരോ പ്രസ്താവനയിലൂടെ. ശ്രീ കൃഷ്ണൻ, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ പ്രകാശ് ബാബു, അങ്ങ് കേൾക്കാമോ? ശ്രീ പ്രകാശ് ബാബു, CPM-ഉം കോൺഗ്രസും തമ്മിൽ ജമാഅത്തെ വെൽഫെയർ പാർട്ടി SDPI ബന്ധവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കുന്ന സമയത്താണ് രണ്ട് പേരും കോമൺ ആയി പറയുന്ന ഒരു കാര്യം BJPയെ ചെറുക്കാൻ, RSSനെ ചെറുക്കാൻ പല ഘട്ടങ്ങളിൽ എന്നുള്ളതാണ് വിശദീകരണം. അപ്പോൾ അത്തരത്തിൽ BJPയെ ചെറുക്കാൻ, RSSനെ ചെറുക്കാൻ എന്ന ഘട്ടത്തിൽ സെക്യുലർ വോട്ടുകൾക്കൊപ്പം ചേരുന്ന വോട്ടുകളായിട്ടാണോ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടിനെ കാണേണ്ടത്? മാധു, ഇന്നിപ്പോ ബഹുമാന്യനായിട്ടുള്ള K. മുരളീധരന്റെ പ്രസ്താവനയോട് കൂടിയിട്ടാണ് ഈ ഒരു പുതിയ ചർച്ച ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഞങ്ങളിത് ഇന്നും ഇന്നലെയുമൊന്നും പറയുന്ന കാര്യമല്ല. മുരളീധരൻ ഒരുപക്ഷെ ഇന്നാണ് വെളിപാടുണ്ടായതെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ, ഈ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഈ ഇടത് പാർട്ടികളുടെയും കോൺഗ്രസിൻ്റെയും ഇത്തരത്തിലുള്ള മതവർഗീയ ശക്തികളുമായിട്ടുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് പല ഘട്ടങ്ങളിലും ഞങ്ങൾ പറഞ്ഞിരുന്നു. അന്നൊക്കെ ഞങ്ങൾ തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആര് നിഷേധിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ വർഗീയ മത ഭീകരവാദ ശക്തികൾ പിന്നിലും അതേപോലെ തന്നെ മുന്നിലും നടക്കുകയാണ് ഇന്ന് കോൺഗ്രസിൻ്റെയും CPIM-ൻ്റെയും കൂടെ. അത് കേരളത്തിലെ പല ജില്ലകളിലെയും പല കോണിൽ നിന്നും സമീപകാലത്തായി അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇവിടെ ഇന്ന് കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിലെ രാഷ്ട്രീയം മാധു നമ്മൾ ഇന്നെടുത്ത് പരിശോധിച്ചാൽ ഈ രണ്ട് സംഘടനകൾ, ഇപ്പോൾ പറഞ്ഞ SDPI ആകട്ടെ, വെൽഫെയർ പാർട്ടി അതായത് ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ, ഇനി അതിനപ്പുറത്തേക്ക് INL ഉൾപ്പെടെയുള്ള തീവ്ര സ്വഭാവമുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ വർഗീയ പ്രസ്ഥാനങ്ങളുമായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഒരുമിച്ച് ഭരിക്കുന്നവരാണിവർ. ഇവരിപ്പോൾ രണ്ടുപേരും നിഷേധിക്കുന്നുണ്ടല്ലോ പല കാര്യങ്ങളും. മാധു, ഇവരെ ഉത്തരം പറയേണ്ടത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് മുജീബ് തന്നെ. അദ്ദേഹം ഒക്ടോബർ 3-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടൊരു കാര്യം, ഞങ്ങൾ 2006-ലും 2009-ലും 2011-ലും CPM-മായി ഞങ്ങൾ സഖ്യത്തിലായിരുന്നു. അത് കേവലം ഒരു ചർച്ച മാത്രമല്ല, വെറുതെയുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് ഞങ്ങളത് മാറ്റി ചിന്തിച്ചു. 2016-ലും 2019-ലും ഞങ്ങൾ UDF-ലേക്ക് പോയി.
ഇതാണ് ഏറ്റവും ഒടുവിലായി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നേതാവ് പറഞ്ഞിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇനി LDFന്റെ എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം പാലോളി മുഹമ്മദ് കുട്ടി 2021 ജനുവരി മാസം 14 പരസ്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ ബന്ധമുണ്ടായിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി, ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്, പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഞങ്ങൾക്ക് അതിൻ്റെ നേട്ടം ലഭിച്ചിട്ടുണ്ട്. ഇത് പരസ്യമായിട്ട് 2021 പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞ. ഇനി അതുപോട്ടെ, 1996 ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ മാധു അന്നുണ്ടായിട്ടുള്ളത് ആവേശകരവും ആശ്വാസകരവുമായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ടായി. എങ്ങനെയാണെന്നോ, 96 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി CPIM-ന് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ പാരിതോഷികമായിട്ട് 96 ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണത്. ഇങ്ങനെ എത്രയോ ഇനി കണക്കുകൾ പറയുകയാണെങ്കിൽ 2015 LDF നോക്കൂ നിങ്ങൾ, മുക്കം മുനിസിപ്പാലിറ്റിയിൽ 2015-ലും 20-ലും ആരാ സഖ്യം ഉണ്ടാക്കിയത്? ഇവർ രണ്ടുപേരും അല്ലേ? മലപ്പുറത്തെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ ഇവർ രണ്ടുപേരും മാറി മാറി ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ടില്ലേ? കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിൽ ഇവർ ഒരുമിച്ച് ഭരിച്ചിട്ടില്ലേ? ഇങ്ങനെ എത്ര എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിലും ഞങ്ങൾക്കത് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഈ 2003 പൊന്നാനിയിൽ 2009 നോക്കൂ മാധു, പൊന്നാനിയിൽ ഹുസൈൻ രണ്ടത്താണിയെ PDPയുടെ സ്വാധീനത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അബ്ദുൽ നാസർ മദിനിയുമായി വേദി പങ്കിട്ടു LDF വേദി പങ്കിട്ടു. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, കാരശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, കേരളത്തിൽ ഈ സമയവും ഈ രണ്ട് മുന്നണികളുമായി ഇവർ വേദി പങ്കിടുന്നുണ്ട്, സഖ്യത്തിലാണ്, പരസ്യമായിട്ട് ഇവർ പിന്തുണയും വാങ്ങുന്നുണ്ട്. എന്നിട്ട് പരസ്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയും മതനിരപേക്ഷ പ്രസ്ഥാനം, വർഗീയ പ്രസ്ഥാനങ്ങളെ തുരത്തണം എന്നൊക്കെ പറഞ്ഞ് ഇരുളിന്റെ മറവിൽ അടച്ചിട്ട റൂമിൽ പോയി ഈ വർഗീയ ഭീകരവാദ ശക്തികളുമായിട്ട് ഇവർ സന്ധി ചേരുന്നതല്ലേ? ഞാൻ നോക്കൂ മാധു, ഒന്ന് UDF അല്ലെങ്കിൽ UDFന്റെ പ്രതിനിധിയെ പോലെ സംസാരിച്ച ആളുണ്ടല്ലോ, 2014 ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. എന്താ സത്യവാങ്മൂലം? അന്ന് കേരളം ഭരിച്ചിരുന്നത് UDF ആണല്ലോ. ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ്, ഈ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നവരാണ്, പല വിദേശ ഭീകരവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുന്നവരാണ് എന്ന് 2014 ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരല്ലേ? അപ്പോ എന്നിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ വന്ന് ന്യായീകരിച്ച് ആ പാർട്ടിയുമായി സന്ധി UDF-നേക്കാൾ ആവേശത്തിൽ ആരാ മുദ്രാവാക്യം വിളിച്ച് തുടങ്ങിയിട്ടുള്ളത് SDPI അല്ലേ? ശ്രീ റസാഖ് പലേരി കേൾക്കാമോ? ശ്രീ റസാഖ് പലേരി, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും സഖ്യാടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ടോ, അതോ RSS BJP തിരഞ്ഞെടുപ്പ് വിജയങ്ങളെ ചെറുക്കാനുള്ള നയപരിപാടിയുടെ അടിസ്ഥാനത്തിൽ പിന്തുണ കൊടുക്കുന്നുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നടത്തുന്നത്? വെൽഫെയർ പാർട്ടി കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി കേൾക്കാം, എനിക്ക് കൃത്യമായി കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെട്ട ശേഷം നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഇവിടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. BJP-യുമായി മാത്രമേ ഞങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുതയുള്ളൂ, കാരണം അതൊരു വംശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരുമായി ചർച്ച നടത്താനോ മറ്റോ ഇവിടുത്തെ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും കഴിയില്ല. ഇടതുപക്ഷവുമായും LDF-ഉമായും UDF-ഉമായും വെൽഫെയർ പാർട്ടി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്, വോട്ട് നൽകിയിട്ടുണ്ട്. CPM ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ചർച്ചകൾ എന്തിനു വേണ്ടിയാണ്? ഈ ചർച്ചയൊക്കെ ആരംഭിക്കുന്നത് വയനാട് സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ടാണല്ലോ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ എന്തിനാണ് ഈ ഘട്ടത്തിൽ ഇത്തരം ചർച്ചകളിലേക്ക് പോകുന്നത്? ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ, ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തുടനീളം ഇന്ത്യ മുന്നണി പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായൊരു ഘട്ടത്തിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. വംശീയ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി ഈ രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്തിട്ടില്ലെങ്കിൽ രാജ്യം തന്നെ നിലനിൽക്കുകയില്ല എന്ന നിർണായകമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2024 തെരഞ്ഞെടുപ്പിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ
എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നത്. CPM അതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. അങ്ങനെ മുന്നോട്ട് പോയ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ മുന്നേറ്റമായ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ ഉടനീളം വലിയ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായ ചർച്ചകളിൽ BJP വിറച്ചു പോകുന്ന സ്വഭാവത്തിലുള്ള മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി നടത്തിയത്. ആ ഘട്ടത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്ന ഘട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ CPM, ഇന്ത്യയിലെ CPM ആ നിലപാടിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കേരളത്തിലെ CPM അനാവശ്യമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ, പിന്നോക്ക ജനവിഭാഗങ്ങളെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി നീക്കുപോക്കുകളും BJPയുമായി ഒരു രാഷ്ട്രീയ ചർച്ച നടത്താൻ ജനാധിപത്യ പാർട്ടികൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ BJPയുമായി ചർച്ച നടത്തിയില്ല. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ചർച്ച നടത്തിയ ജനാധിപത്യ പാർട്ടികളുണ്ടല്ലോ, അവർ നിങ്ങളെ ജനാധിപത്യ പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്നേ. നിങ്ങളുടെ വോട്ട് വർഗീയ ചേരിയിലെ വോട്ട് എന്ന് പറഞ്ഞാണല്ലോ ഇവിടെ തർക്കം നടക്കുന്നത്. അത്തരം വിഷയങ്ങളൊക്കെ സാന്ദർഭികവും സ്വാഭാവികവുമായി ഉന്നയിക്കുന്നതാണ്. അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിച്ചത് ഇന്ത്യയിൽ ഒരു വിശാലമായ മുന്നേറ്റം രൂപപ്പെടുത്തിയെടുക്കണമെന്നാണ്. അതിനുള്ള ശ്രമങ്ങൾ അഖിലേന്ത്യാ സ്വഭാവത്തിൽ ഞങ്ങൾ നടത്തുകയുണ്ടായി. ആ ഘട്ടത്തിൽ സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ഞാനും പോയിരുന്നു സഖാവ് യെച്ചൂരിയുമായി ചർച്ച നടത്താൻ, ഞങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റ് SQR ഇല്യാസിന്റെ കൂടെ. ഇന്നത്തെ മന്ത്രി ബഹുമാനായ MP രാജേഷ് അവറുകളായിരുന്നു അന്ന് ഞങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നിരുന്നത്. ആ ചർച്ച പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശ്രീ റസാഖ് പലേരി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി സംസ്ഥാനത്ത് MP രാജേഷും സീതാറാം യെച്ചൂരിയും പങ്കെടുത്ത ചർച്ചയിൽ വെൽഫെയർ പാർട്ടി ഭാഗവാക്കായിരുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയല്ല പറയുന്നത്. സഖാവ് യെച്ചൂരിയോട് ഞങ്ങൾ ഒരു ചർച്ച ഹെഡ് ചെയ്ത് മുന്നോട്ട് പോയി. ആവശ്യം പെട്ടെന്ന് ദിവസം പോയി കാണുകയും രാഷ്ട്രീയ ചർച്ച നടത്തുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല CPM-ന്റെ. ഒരു മിനിറ്റ് ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. 2019 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുമായി വെൽഫെയർ പാർട്ടി ചർച്ചയുമായി മുന്നോട്ട് പോയി. ആ ഘട്ടത്തിൽ സഖാവ് യെച്ചൂരിയുമായി വിശദമായ ചർച്ചകൾ ഞങ്ങൾ നടത്തി. അഖിലേന്ത്യാ പ്രസിഡന്റ് SQR ഇല്യാസിന്റെ കൂടെ ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഞങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നത് പ്രിയപ്പെട്ട MP രാജേഷാണ്. എന്ന് പറഞ്ഞാൽ 2019 മുതൽ ഞങ്ങൾ ആരംഭിച്ച 2024 ഉണ്ടായ ഇന്ത്യ മുന്നണി. ശ്രീ റസാഖ് പലേരി, എവിടെ വെച്ചാണ് ആ ചർച്ച നടന്നത്? അങ്ങ് പങ്കെടുത്ത ചർച്ചയല്ലേ? അത് ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടന്നത്. ഡൽഹിയിൽ എവിടെ? ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ചത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷങ്ങളും CPM-ൽ നിർണായകമായ പങ്ക് നിർവഹിക്കാനുണ്ട്. ശരിയെന്നേ, അതൊക്കെ സമ്മതിച്ചു. അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ എല്ലാ പ്രതിപക്ഷങ്ങളും ഒരുമിച്ചിരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ശ്രീ റസാഖ് പലേരി, എവിടെ വെച്ചാണ് ആ ചർച്ച നടന്നത്? ഡൽഹിയിൽ സഖാവ് യെച്ചൂരിയുടെ ബന്ധപ്പെട്ട് CPM-ന്റെ ഓഫീസിലാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിൽക്കേണ്ട സവിശേഷമായ ഘട്ടമാണ്. അതിൽ CPM-ന് നിർണായകമായ പങ്കുണ്ട്. പക്ഷേ ആ ചർച്ച മുന്നോട്ട് പോയില്ല. അത് പല കാരണങ്ങളാൽ ഇല്ലാതായി. 2024 പ്രതിപക്ഷ ഐക്യനിര രൂപം കൊണ്ടു. ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു. കേരളത്തിന് പുറത്ത് ഞങ്ങൾ CPM-നെ ഉൾപ്പെടെ പിന്തുണച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളായ എന്ന നിലക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ MP-മാർ, കേരളത്തിൽ നിന്ന് പുറത്തുള്ള MP-മാർ ആരൊക്കെയാ പരിശോധിക്കും. ഡിണ്ടിഗലിൽ, മധുരയിൽ, അതേപോലെ തന്നെ രാജസ്ഥാനിൽ ഞങ്ങൾ കൂടി പിന്തുണച്ചത് കൊണ്ടാണ് വിജയിച്ചത് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇന്ത്യ മുന്നണിയുടെ അതായത് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്ന കക്ഷിയാണ് അഖിലേന്ത്യാ സ്വഭാവത്തിൽ. അത് അവർ അംഗീകരിച്ചിട്ടുണ്ടോ, അതോ നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള പിന്തുണയാണോ? ഞങ്ങൾ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അതിൽ സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ ഇന്ത്യ മുന്നണിക്ക് 34 പാർട്ടികളുടെ ഒരു രൂപമുണ്ട്. അതിൽ വെൽഫെയർ പാർട്ടി ഔദ്യോഗികമായ അംഗമാണെന്നാണോ അങ്ങ് പറയുന്നത്, അതോ നിങ്ങളുടെ സ്വേച്ഛയാ നിങ്ങൾ അതിന് പിന്തുണ നൽകുന്നു എന്നാണോ? നിങ്ങൾ ഭയങ്കരമായി കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട് ആളുകളെ. വിവിധ സംസ്ഥാനങ്ങളിൽ ഇല്ല, ഞങ്ങൾ കൺഫ്യൂഷന് വേണ്ടി പറയല്ല. വിവിധ സംസ്ഥാനങ്ങളിൽ
ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള സഹകരണമല്ലേ എന്ന്. നിങ്ങളുടെ സ്വയം പ്രഖ്യാപിത സഹകരണമല്ലേ? എന്താണ് നിങ്ങളുടെ സ്വയം പ്രഖ്യാപിത സഹകരണമല്ലേ? ഔദ്യോഗികമായ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ? സ്വയം പ്രഖ്യാപിത വൺ വേ സഹകരണം ഉണ്ടാകുമോ മാധു? ഇന്ത്യ മുന്നണിയിൽ ഔദ്യോഗികമായി ഭാഗവാക്കല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ നേതൃയോഗങ്ങൾ ചേരുന്ന സമയത്ത് വെൽഫെയർ പാർട്ടിക്ക് ക്ഷണമുണ്ടോ അതിലേക്ക്? എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, അതാണ് ഞാൻ പറയുന്നത്. ആണെങ്കിൽ അങ്ങനെ അങ്ങ് വിചാരിച്ചു പോയിക്കോട്ടെ എന്ന രീതിയിലാണ് അങ്ങയുടെ ഈ പറയുന്ന സെന്റൻസ് കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് ചോദിച്ചതാണ്. ശ്രീ റസാഖ് പല്ലേരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ഞാൻ പറയുന്നത് ഇന്ത്യ മുന്നണിയുമായി വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു മിനിറ്റ് ഇന്ത്യ മുന്നണിയുമായി വിവിധ സംസ്ഥാനങ്ങളിൽ ചെറു പാർട്ടികളും കൂട്ടായ്മകളും സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി ചർച്ചകളിലൂടെ തന്നെ രൂപപ്പെട്ട സൗഹൃദത്തിലൂടെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. CPM-ന്റെ തമിഴ്നാട്ടിലെ ചർച്ച നടത്തിയിട്ടുണ്ട്. MP രാജേഷാണ് അതിന് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് എന്ന് പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. അതുമായി ബന്ധപ്പെട്ട് CPM വിശദീകരണം നൽകണമെന്നോ വിശദീകരിക്കണമെന്നോ തോന്നുകയാണെങ്കിൽ വിശദീകരിക്കുകയും വിശദീകരണം നൽകുകയും ചെയ്യട്ടെ. ഒരു ഇടവേള അനിവാര്യമാണ്. തിരിച്ചു വരാം. ശ്രീ N. ശ്രീകുമാർ, പരസ്യ പിന്തുണയിലേക്ക് SDP-ക്കടക്കം വെൽഫെയർ പാർട്ടിക്കടക്കം ജമാഅത്തെ ഇസ്ലാമിക്കടക്കം പോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഈ പറയുന്ന നയപരമായ നീക്കുപോക്കുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് BJP-യുടെ ആരോപണം. വെൽഫെയർ പാർട്ടിയുടെ നേതാവ് തന്നെ ഇവിടെ പറയുന്നു, രൂപവൽകൃതമായ കാലം മുതൽ ഇങ്ങോട്ട് നിങ്ങളുമായി എല്ലാവരുമായും കോൺഗ്രസുമായും CPM-ഉമായും എല്ലാം കൃത്യമായ ചർച്ചകളും സൗഹൃദത്തിലൂടെ രൂപപ്പെടുന്ന സഖ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ടോ അങ്ങ്? അല്ല, ഇപ്പം ഇവിടെ റസാഖ് എന്തായാലും കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തിയെന്ന് പറഞ്ഞില്ല. അദ്ദേഹം CPM-ൻ്റെ നേതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം വഴി സീതാറാം യെച്ചൂരിയുമായി ചർച്ച നടത്തിയെന്നാണ് പറഞ്ഞത്. കോൺഗ്രസുമായി ചർച്ച നടത്തിയിരുന്നു എന്നുള്ള ചർച്ച എന്ന് വെച്ചാൽ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇതിൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ. MM ഹസൻ്റെ പങ്കെടുത്തതും അത് മറ്റേ മുല്ലപ്പള്ളി നേതൃത്വമൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെ യാഥാർത്ഥ്യങ്ങൾ എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ പറയുന്നത് കോൺഗ്രസുമായിട്ടും SDP-യുമായിട്ടുള്ള ഘടകകക്ഷി ബന്ധമൊന്നും ഇല്ല. മാധു വിളിച്ച ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? CPM-ന് ഇപ്പം ഒരു പാർട്ടിക്കും CPM-നെ ഇപ്പോൾ വിശ്വാസമില്ല, ഒരു സമുദായ സംഘടനയ്ക്കും CPM-നെ വിശ്വാസമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ കുറേ കാലം ലീഗിനെ ക്ഷണിച്ചു, കുറേ കാലം സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തെ മാത്രമായി വിളിച്ച് ചർച്ച നടത്തി. അതിനുശേഷം ഹിന്ദു സമുദായ സംഘടനയുമായിട്ട് ചർച്ച നടത്താൻ ശ്രമിച്ചു. ഇപ്പോൾ അവസാന നിമിഷം പാലക്കാട് വന്നിട്ട് പാണക്കാട് തങ്ങളെ ചീത്ത പറഞ്ഞു. അതിനുശേഷം വിജയരാഘവൻ വന്നിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ജയിച്ചത് ഇവരുടെയൊക്കെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞു. ഇവർക്ക് എന്താണ് നയമുള്ളത്? ഇവരുടെ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമില്ലേ മാധു? പാർട്ടി കോൺഗ്രസ് കൃത്യമായിട്ട് ഇവർക്ക് തീരുമാനമുണ്ട് ഏതൊക്കെ കക്ഷികളുമായിട്ട് കൂട്ടുകൂടണം, ആരൊക്കെയായിട്ട് ചർച്ച നടത്തണം. അങ്ങനെയാണെങ്കിൽ ഒരു ദൂതം വഴി, മന്ത്രിയാണല്ലോ MP രാജേഷ്, ആ ദൂതം വഴി ചർച്ച നടത്തിയെന്നാണ് റസാഖ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതേ എനിക്കറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് സംശയിക്കുന്നത്? മാത്രമല്ല ചരിത്രത്തിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം അങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ്, തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ ആ കാലത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അവർക്ക് പിന്തുണ ഇല്ലാതായപ്പോഴാണല്ലോ CPM ഇങ്ങനെ പറയുന്നത്. പക്ഷേ അതൊക്കെ അവിടെ രാഷ്ട്രീയമായ ആരോപണം നിൽക്കുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നത് CPM-ൻ്റെ ഒരു നയവ്യതിയാനം സംഭവിക്കുകയാണ് കുറേ കാലമായിട്ട്. കാരണം ഭരണം നിലനിർത്താനുള്ള വഴി ഏതാണെന്ന് അവർ നോക്കുകയാണ്. ഭരണം നിലനിർത്താനുള്ള വഴി നോക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അങ്ങേക്ക് CPM-നെതിരെ ഉന്നയിക്കാവുന്ന ഒരു ആരോപണമാണ്. അതിന് ഷാനിബ് മറുപടി പറയട്ടെ. പക്ഷേ ഇന്ത്യ മുന്നണിയുമായുള്ള സഹകരണത്തെക്കുറിച്ച് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ പറയുന്നുണ്ട്. രാജ്യമെമ്പാടും രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്ന ആദ്യഘട്ടത്തിൽ മനസ്സിലാവുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കൊടുക്കുന്നത് ആവർത്തിച്ച് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അങ്ങനെ ഭാഗമായി നിന്നുകൊണ്ടേ പിന്തുണ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അത് സ്വേച്ഛയായുള്ളൊരു പിന്തുണയാണ്. അങ്ങനെ സ്വേച്ഛയായുള്ള പിന്തുണ അവർ നൽകുന്ന സമയത്താണ് BJP-ക്ക് പരസ്യമായ പിന്തുണ എന്ന ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നത്.
അതായത് വെൽഫെയർ പാർട്ടിക്കോ ഏത് പ്രസ്ഥാനത്തിനോ BJP അധികാരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ എതിർ പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കാം. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായിട്ട് SDPIക്കോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കൊന്നും ഒരു ബന്ധവുമില്ല, അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവർ സ്വാഭാവിക പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷി ഏത് തെരഞ്ഞെടുപ്പിൽ വരികയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും ശരി, അവർ ഇന്ന ആളുകൾ പിന്തുണയ്ക്കുമെന്ന് പറയുമ്പോൾ ചില ഘട്ടങ്ങളിൽ അവരുടെ പിന്തുണ വേണ്ടാന്ന് പറയാറുണ്ട്. പിന്തുണ വേണ്ടാന്ന് പറഞ്ഞാൽ തന്നെ ആ കക്ഷികൾ സ്വയം പിന്തുണ കൊടുക്കുന്നത് അവർക്ക് ശത്രു രാഷ്ട്രീയത്തോട് അത്രയും വിരോധമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് 2019 ഇതിപ്പോൾ 2024 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വെൽഫെയർ പാർട്ടി ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിന്നിട്ടുണ്ട്, കോൺഗ്രസിനൊപ്പം UPയോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ, ഈ 2024 ഒരു ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്. അത് അങ്ങനെ യെച്ചൂരിയുമായി നടന്ന കൂടിക്കാഴ്ചയും ആ രീതിക്ക് കോൺഗ്രസ് കാണാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കാര്യത്തിൽ ഷാനിബ് വലിയ കഷ്ടപ്പെട്ട് വരേണ്ട കാര്യമില്ല. അല്ല, അത് അക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് MP രാജേഷാണ്, ഞാനല്ല. കാരണം ഇദ്ദേഹം പറഞ്ഞത് എനിക്കറിയുള്ളൂ. ഇന്ത്യ മുന്നണി എന്തായാലും ഇക്കാര്യത്തിലൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ശ്രീ റസാഖ് പറഞ്ഞ കാര്യം ഞാനിവിടെ കേട്ടു. ഇന്ത്യ മുന്നണി അങ്ങനെ ചർച്ച സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ ഇവർ ചർച്ച നടത്തി ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ എന്തിനാ നിഷേധിക്കേണ്ട കാര്യം എന്താ? അത് പറയേണ്ടത് CPM MP രാജേഷും ഒക്കെയാണ്, നമ്മളല്ല. സീതാറാം യെച്ചൂരി ജീവിച്ചിരിപ്പില്ല. അപ്പോൾ MP രാജേഷ് പറയട്ടെ, അങ്ങനെ ദൂതനായിട്ട് അദ്ദേഹം ഇവരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ശരി. ശ്രീ ഷാനിബ്, അങ്ങ് ഇതിനകം അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയമായ നിലപാടുകളെക്കുറിച്ചോ നയത്തെക്കുറിച്ചോ മതേതര കാഴ്ചപ്പാടുകളെക്കുറിച്ചോ രാഷ്ട്രീയ പാർട്ടികളെ അദ്ദേഹം മനസ്സിലാക്കിയതിനെക്കുറിച്ചോ ഒന്നും നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച 2019 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നിട്ടുണ്ടോ? ഇനി ശബ്ദം കുറച്ച് കേൾക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചങ്ങ് കേട്ടോ, ഈ കൂടിക്കാഴ്ചയെ പറ്റി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെയാണ് ചോദിച്ചത്. അതെ. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ഒരു വ്യക്തതയില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞത്. സഖാവ് സീതാറാം യെച്ചൂരി നമുക്കറിയാം, അദ്ദേഹം ഏത് കാലത്തും ഒരു സെക്യുലർ നിലപാട് സ്വീകരിക്കുകയും ആ സെക്യുലർ നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തെ പോലൊരാളെ കാണണമെന്ന് ഇവർ ആവശ്യപ്പെട്ടാൽ അതിനുവേണ്ടി ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് കൃത്യമായൊരു ക്ലാരിറ്റി വരുത്താൻ എനിക്കിപ്പോൾ നിലവിൽ സാധ്യമല്ല. അങ്ങനെ ഒരു ചർച്ച അദ്ദേഹം തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു ചർച്ച നടന്നു, പക്ഷെ അത് എവിടെയും എത്തിയില്ല. ഇവരെന്താണ് ആവശ്യപ്പെട്ടത്, എന്താണ് നിഷേധിക്കപ്പെട്ടത്, അവിടെ തന്നെ ആ ഒരൊറ്റ ചർച്ചയിൽ തന്നെ ആ ചർച്ച അവിടെ പൂർണ്ണമായി ഇല്ലാതെയായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതൊരു മുന്നണി ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തുടർ ചോദ്യങ്ങളിലാണ് പിന്നീട് ആ രീതിയിലേക്ക് ഇത് വരുന്നത്. ആദ്യഘട്ടത്തിൽ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളുമായി മതേതര ചേരിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ സീതാറാം യെച്ചൂരിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, MP രാജേഷാണ് അതിന് അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നത് തീർന്നു. പിന്നീട് നിങ്ങൾ സീതാറാം യെച്ചൂരിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ, എവിടെ വെച്ചാണ്, എന്താണ്, ആരാണ്, MP രാജേഷിന്റെ സാന്നിധ്യത്തിലാണോ തുടങ്ങിയ ചർച്ചകൾ വരുമ്പോഴാണ്, MP രാജേഷ് അടക്കമുള്ളവർ അതിനോട് പ്രതികരിക്കും എന്ന നല്ല ബോധ്യം വരുമ്പോഴാണ് അങ്ങനെ ഒരു ചർച്ച നടന്നു. പിന്നീട് അതുമായി മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത്. നോക്കൂ, ഇത് ശരി വീണ് കിട്ടിയതല്ലേ എന്ന അർത്ഥത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് CPM-മായി വരെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയായിരുന്നെങ്കിൽ നോക്കൂ, സീതാറാം യെച്ചൂരിയുമായി വെൽഫെയർ പാർട്ടി 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാതൃഭൂമിയുടെ ചർച്ചയിൽ പറഞ്ഞില്ലേ എന്ന് നാളെ നാട്ടുകാർ പറഞ്ഞു നടക്കും, രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു നടക്കും. ഈ രീതിയിൽ ഇതൊരു തെറ്റിദ്ധാരണയുടെ ആശയപ്രചാരണമാണ്. ഇവിടെ തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി ഏത് കാലത്തും വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് എന്ന അഭിപ്രായം ഞങ്ങൾ എല്ലാ കാലത്തും CPM ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു, ഇവിടെ BJPയുടെ നേതാവ് നേരത്തെ പറഞ്ഞു CPM-മായി ജമാഅത്തെ ഇസ്ലാമി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അതേ കാലമൊന്നും നമുക്ക് പുറകോട്ട് പോകണ്ടല്ലോ. കുൽഗാം എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടുത്തെ CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് അവിടെ BJP സഖ്യമുണ്ടാക്കുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുകയും ആ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും 7838 വോട്ടിന് ആ കശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിട്ടാണ് CPM-ന്റെ സഖാവ് തെരിഗാമി
അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഈ അടുത്ത കാലത്തെ ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകാര്യത കിട്ടുന്നതിന് വേണ്ടി അവർ പല ഘട്ടത്തിലും പല എന്ന് പറയുന്നത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി വ്യത്യാസമുള്ള രാഷ്ട്രീയ പാർട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒറ്റ ആശയമുള്ളൂ. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വെൽഫെയർ പാർട്ടി എന്ന നിലയിൽ അതിന്റെ രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. RSSന് BJP പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഈ പറയുന്ന പിന്നെ ഏത് ആശയത്തിലാണ് നിൽക്കുന്നത്, ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ആശയമാണ് നമുക്ക് അറിയാവുന്നതാണ്. കശ്മീരിൽ വ്യത്യസ്തമല്ലേ ചോദിച്ചത്. പോട്ടെ, അവിടെ പറയൂ. അല്ല, അപ്പൊ ആ രീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമി ഏത് കാലത്തും. പിന്നെ അദ്ദേഹം കണ്ടു, പിന്നെ യെച്ചൂരിയെ കണ്ടു എന്നൊക്കെ അദ്ദേഹം ഒരു ചർച്ചയിൽ വന്ന് പറയാണ്. യെച്ചൂരിയെ കണ്ടു, പക്ഷെ ചർച്ച മുന്നോട്ട് പോയില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്താണ് ചർച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടത്, ഒരു പിന്നെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയാണോ ആവശ്യപ്പെട്ടത്, അതൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഈ ചർച്ചയിൽ അത് അദ്ദേഹം പറയുമ്പോഴാണ് നമ്മൾ പോലും അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നൊക്കെ അറിയുന്നത്. സംസ്ഥാനത്തെ ഒരു മന്ത്രി അതിപ്പോ ശരി 2019 ശ്രീ MP രാജേഷ് മന്ത്രിയല്ല, പക്ഷേ CPM-ന്റെ ദേശീയ തലത്തിൽ തലയെടുപ്പുള്ള നേതാവാണ് MP രാജേഷ്. അപ്പൊ അന്ന് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നേതൃനിരയിലുള്ള ആളുകളുമായി ചർച്ച, സാക്ഷാൽ സീതാറാം യെച്ചൂരിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ് MP രാജേഷിനോടെങ്കിൽ അദ്ദേഹം അതിന് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കുന്ന ആളായി പ്രവർത്തിക്കുമോ? അല്ല, അതൊക്കെ എല്ലാ രാഷ്ട്രീയ അത്തരം കാര്യങ്ങളൊക്കെ പുതുതായി വ്യക്തമാക്കുമ്പോൾ നമുക്കത് കൂടുതൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. അതൊരു പുതിയ ആരോപണമായി അദ്ദേഹം ഉന്നയിക്കുകയാണ്. അദ്ദേഹം അതൊരു വ്യക്തത പറയുന്നില്ല. ഞങ്ങൾ കാണാൻ ശ്രമിച്ചു, കണ്ടു, എവിടെ വെച്ച് കണ്ടു എന്ന നിലയിലൊക്കെ മാധു ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ കണ്ടു, പക്ഷെ ചർച്ച മുന്നോട്ട് പോയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ അത് കിടന്നോട്ടെ, ഞങ്ങൾ CPM-ഉമായിട്ട് ഇങ്ങനെ യെച്ചൂരിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയ പാർട്ടിയാണ് എന്ന നിലയിലൊക്കെ ഒരു വലിപ്പം കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞാണെങ്കിൽ അത് ഇരുന്നോട്ടെ. അതൊന്നും പിന്നീട് മുന്നോട്ട് പോയില്ല എന്ന് അദ്ദേഹം പറയുന്നതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഇവിടെ ശ്രീകുമാരേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, CPM-നെ ആർക്കും വിശ്വാസമില്ല എന്നാണ്. CPM-നെ ആർക്കാണ് വിശ്വാസമില്ലാത്തത്? ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ ന്യൂനപക്ഷം മുസ്ലിം സമുദായം ഏറ്റവും അധികം വേദനിച്ച ദിവസമായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ച. ആ ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ മൗനം പാലിച്ച കോൺഗ്രസിനെയാണോ ഇവിടുത്തെ മുസ്ലിം വിഭാഗം ന്യൂനപക്ഷം വിശ്വസിക്കേണ്ടത്? അതിനുശേഷം ഇവിടെ പിന്നെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് ഞങ്ങളെ ക്ഷണിച്ചില്ല എന്ന് പരാതി പറഞ്ഞ കോൺഗ്രസിനെയാണോ ഇവിടെ പിന്നെ ജനങ്ങൾ ന്യൂനപക്ഷ മതേതര വിശ്വാസികൾ പിന്നെ വിശ്വസിക്കേണ്ടത്? അതുപോലെ തന്നെ സ്വർണ്ണ ഇഷ്ടിക പട്ടിൽ പൊതിഞ്ഞ് കൊടുത്തയച്ച പിന്നെ കോൺഗ്രസ് നേതാവിന് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ആ ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അവിടെ നിൽക്കുമ്പോൾ, അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോൾ അങ്ങോട്ട് സ്വർണ്ണ ഇഷ്ടിക പട്ടിൽ പൊതിഞ്ഞ് കൊടുത്തയച്ച കോൺഗ്രസ് നേതൃത്വത്തെയാണോ ഇവിടുത്തെ ന്യൂനപക്ഷം വിശ്വാസത്തിലെടുക്കുന്നു എന്നിവർ കരുതുന്നത്? എങ്ങനെയാണ് കോൺഗ്രസിന് പിന്നെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കുന്നത്? ഇവിടെ മതേതര കക്ഷികളുടെ ഏകീകരണം ഉണ്ടാകണം, മതനിരപേക്ഷ നാട് നിലനിൽക്കണം എന്ന ആത്മവിശ്വാസത്തോടെയുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. അതിന് ബദലായി നിൽക്കുന്ന, അതിന് പ്രതിസന്ധിയായി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും RSS-നെ എതിർക്കുന്ന അതേ ആവേശത്തോടെ, അതേ ആർജവത്തോടെ RSS-നെ എതിർക്കുന്നത് പോലെ തന്നെ അത്തരം മുസ്ലിം വർഗീയവാദത്തെയും എതിർക്കണമെന്ന നിലപാടാണ് CPM മുന്നോട്ട് വെക്കുന്നത്. അത് മുൻകാലത്തെ ശ്രീ പ്രകാശ് ബാബു, ഇതിപ്പോ ചർച്ച ചെയ്തു പോയാൽ അമ്പ് കൊള്ളാത്തവരാരുമില്ല കുരുക്കളിൽ എന്ന നിലയ്ക്ക് പോകുമോ? അല്ല മാധു, ഇതിപ്പോ ഈ ചർച്ച ഇപ്പോൾ വളരെ വ്യക്തമായിട്ടൊരു സന്ദേശം നമുക്ക് തന്നു. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ മാളത്തിലൊളിച്ച സർവ വർഗീയ ഭീകരവാദ സംഘടനകളെയും ഉമ്മ വെച്ചുകൊണ്ട് CPM-ഉം കോൺഗ്രസും തെരുവിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള പണിയൊന്നും അല്ലാന്ന് ഇപ്പോൾ വളരെ വ്യക്തമായല്ലോ. നോക്കൂ, നിങ്ങൾ അത്ഭുതപ്പെടുത്തുകയല്ലേ. MP രാജേഷിനെ പോലുള്ള ഒരാൾ ആര്യ പിടിച്ചിട്ട് AKG സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ചർച്ച നടത്താൻ റസാഖ് പാലേരി തന്നെ പറഞ്ഞല്ലോ, വെൽഫെയർ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവല്ലേ. AKG സെന്ററിലേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസവും ജയരാജൻ പറഞ്ഞ ഹുക്കുമത്ത് ഇല്ലാഹി എന്ന് പറയുന്ന, അതായത് ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള ആ വാദത്തിൽ നിന്ന് 2014 അമീർ അലി തന്നെ, അവരുടെ അമീർ തന്നെ പറഞ്ഞിട്ടുള്ള
മാതൃഭൂമിയിലെ ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു. 2010 ജൂലൈ മാസം 13 പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പിലെ 11-ാം പേജിൽ ഹുക്കുമത്തെ ഇല്ലാഹി എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾ ഒരു അടിയും പുറകോട്ട് പോകുന്നില്ല, ഞങ്ങളുടെ അവസാനത്തെ ലക്ഷ്യമാണെന്ന് ആരിഫ് അലി പറഞ്ഞിരിക്കുന്ന ആ പ്രസ്ഥാനത്തെയാണ് ഇപ്പൊ പിടിച്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഒന്ന്. രാഷ്ട്രീയ ചർച്ച നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിന് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തു എന്ന ആരോപണമാണ്. അത് ആരോപണമായി നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും അതിന് പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. AKG സെന്ററിൽ പോയി എന്ന് അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ മാധു, അപ്പോയിന്റ്മെന്റ് എടുത്ത് AKG സെന്ററിലേക്ക് പോയി എന്നാണ് റസാഖ് പാലേരി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതൊന്നും നിങ്ങൾ നോക്കൂ, ഒരു മാസം മുമ്പ് CPI ലത്തീഫ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് കോഴിക്കോട് വെച്ച് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഇതേ കാര്യം. ഞങ്ങൾ രണ്ടുപേരുമായി ചർച്ച നടത്തി, ഞങ്ങൾ 16 കൊല്ലമായി രൂപീകരിച്ചിട്ട് ഞങ്ങളങ്ങനെ വിഡ്ഢികളൊന്നുമല്ല, കുറച്ചൊക്കെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാൻ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. ഇനി 2015 കോടിയേരി ബാലകൃഷ്ണനുമായി ഞങ്ങൾ ചർച്ച നടത്തി പലതും രേഖപ്പെടുത്തിയെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞല്ലോ. ഞാൻ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ മാധു, സത്യസന്ധമാണ് ഇവരുടെ നിലപാടെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഒന്ന്, ബഹുമാനപ്പെട്ട ശ്രീകുമാറെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളോട് പറയണം, പോരുവൈ പഞ്ചായത്തിൽ ഇപ്പോൾ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് SDPIയുടെ പിന്തുണയോടുകൂടിയാണ്. ബിനു മംഗലത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരിക്കുന്നത് ഇപ്പോൾ ഷമീമ ടീച്ചറാണ്. SDPIയുടെ ഒരംഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. സമാനമായി LDFന്റെ പ്രതിനിധിയോട് പറയുന്നത്, ഈ പത്തനംതിട്ടയിലും കോട്ടാങ്കലിലും നിങ്ങളത് ഈ പ്രക്രിയ തുടരണം, നിങ്ങൾ അങ്ങനെയാണ് ഭരിക്കുന്നത്. മാധു, കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി KTDC ബസാറിൽ UDFന്റെ നേതാക്കൾ 105-ാം റൂമിൽ പോയി ചർച്ച നടത്തി. ആരുമായിട്ടാണെന്നറിയോ? ജയിലിൽ കിടന്ന, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ കുറെ നേതാക്കളും നസറുദ്ദീൻ ഇളമരവുമായി. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, BJP ഇല്ലാതാക്കാനാണ് നിങ്ങൾ ഇതെങ്കിൽ ചെയ്തതെങ്കിൽ ഇത് ഇന്ത്യ സഖ്യല്ലേ? ഞാൻ മാധുവിന്റെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ അയച്ചിട്ടതാ. രാജസ്ഥാനിൽ CPIMന്റെ MP ആയി ജയിച്ചിട്ടുള്ള സിക്കാറിൽ ജയിച്ചിട്ടുള്ള MP ആംബ്രാമിന്റെ ഫോട്ടോ ആണ്. അദ്ദേഹം എന്താണ് അത് പുറത്തുവിട്ടത്? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ശിഹാബ് പൂക്കോട്ടൂർ പുറത്തുവിട്ടത് എന്താണെന്ന് മാധു? അത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഞങ്ങൾ ആശീർവാദം വാങ്ങാൻ അമീറിന്റെ അടുത്ത് പോയി. ആരാ അമീർ? അവിടെയുള്ള അമീറിന്റെ പേര് മുഹമ്മദ് നസീമുദ്ദീൻ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങി. ജയിച്ച ഉടനെ ആദ്യം CPMന്റെ MP ആംറാറാം പോയിട്ടുള്ളത് അതേ അമീറിന്റെ അടുത്തും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ. അപ്പോൾ നോക്കൂ, ഇപ്പോൾ റസാഖ് പാലേരി പറഞ്ഞതും ഇതും കണക്റ്റഡ് അല്ലേ? ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഈ സിക്കാറിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അടിയിൽ ഒപ്പിട്ട ആളുടെ പേര് KC വേണുഗോപാൽ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് BJP അങ്ങ് ഇല്ലാതാക്കാനാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അന്തിമ പരീക്ഷണവും നിങ്ങൾ നടത്തി. 27 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യാൻ ഇന്ത്യ സാധിച്ചിട്ടില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ മുജാഹിദിനെയും ലഷ്കർ-ഇ തോയ്ബയെയും ISISനെയും കൂട്ടിപ്പിടിച്ചാലും ഇന്ത്യ രാജ്യത്ത് ഇതാണ് BJPയുടെ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതാണ് BJPയുടെ വെല്ലുവിളി. ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയ സംഘടനകളുമായി ഒക്കെ ചേർന്നുകൊണ്ടാണ് കോൺഗ്രസും CPM-ഉം ഇന്ത്യ മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള ആരോപണം. കമ്മ്യൂണിസ്റ്റുകാരന്റെയും കോൺഗ്രസുകാരന്റെയും അണ്ണാക്കിൽ തള്ളിക്കൊടുക്കുന്ന എന്താണ് ശ്രീ റസാഖ് പാലേരി? MP രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അതിന് മറുപടി വരും ശ്രീ പ്രകാശ് ബാബു. നമുക്ക് ആ സമയത്ത് അത് കേൾക്കാം. സ്വാഭാവികമായ മറുപടി വരും. ഞാൻ പറയുന്നത് കേരളത്തിൽ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നീക്കുപോക്കും സഖ്യങ്ങളുമായിട്ട് LDFും UDFുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനെ ഒരു അപകടകരമായ സ്വഭാവത്തിൽ എന്തിനാണ് CPM കാണുന്നത് എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. BJP അത് പറയും. അവർക്ക് വർഗീയ വിദ്വേഷം വിതറിയിട്ട് ഇന്ത്യ രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്താനുള്ള ശ്രമം മാത്രമാണ്. അവരുടെ മുമ്പിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ്. അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന അടിസ്ഥാന അജണ്ടയാണ് BJPക്കുള്ളത്. അവരത് പറയും. അവർ പറയുന്നതിനെ ഭയപ്പെട്ടുകൊണ്ടാണോ CPM ഈ നിലപാട് സ്വീകരിക്കാൻ CPM-നെ പ്രേരിപ്പിക്കുന്നത്? BJPയുടെ അറ്റാക്കാണോ? BJP അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രഖ്യാപിത അജണ്ടയാണത്.
CPIM-ന്റെ പ്രകാശ് നേതാക്കളും സംസാരിക്കുമ്പോൾ ഒന്നും കോൺഗ്രസിന്റെ നേതാക്കളും സംസാരിച്ചിട്ടില്ല ചർച്ച ചെയ്യുമ്പോൾ വെൽഫെയർ പ്രകാശ് സംസാരിക്കുമ്പോൾ ഒരക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, ഒരു ഞാൻ ഉന്മൂലന സംസാരിക്കുമ്പോൾ സിദ്ധാന്തമില്ല. മിണ്ടരുത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിനേക്കാൾ അപകടകരമായ വർത്തമാനം താങ്കൾ പറഞ്ഞു. ഞങ്ങൾ ഞങ്ങൾ മിണ്ടിയില്ല. അപകടകാരികളാണെങ്കിൽ ഞാൻ എന്താണ്? ചോദിച്ചോട്ടെ റസാഖെ, അതെ, BJP ഇന്ത്യ അതെ, രാജ്യത്ത് BJP അപകടകാരികളാണെങ്കിൽ ആർക്കാണ് അറിയുന്നത്? 43% വോട്ടും വാങ്ങി അതൊക്കെ ഞങ്ങൾ ഇന്ത്യ നിങ്ങളുടെ- രാജ്യത്തിൽ നിങ്ങളുടെ- അധികാരത്തിലെത്തിയപ്പോൾ ശരി, ശരി. അല്ല, ശ്രീ പ്രകാശ് ബാബുല, അദ്ദേഹത്തിന് അതിൽ കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ചർച്ചയ്ക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന ആളുകളെ വിളിക്കുന്നത് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. നോക്കൂ, എനിക്കൊരൊറ്റ കാര്യം, ഒരൊറ്റ മിനിറ്റ് ഒന്ന് ക്ലാരിറ്റി വരുത്തി തീർക്കണം. റസാഖ് പാലേരി, ഇത് തന്നെയാണ് BJP. ഇത് തന്നെയാണ് BJP. ശരി, ശരി, ഒരു മിനിറ്റ്. അഭിപ്രായം പറയാൻ ശ്രീ പോലും പ്രകാശ് ബാബു ഒന്ന് മറ്റുള്ളവരെ വഴങ്ങണേ, അനുവദിക്കാതെ ഒന്ന് വഴങ്ങണേ, അത് മോശമാണ്. ഒരു മിനിറ്റ്, ഒന്ന് വഴങ്ങണേ, ഒന്ന് വഴങ്ങണേ രണ്ടുപേരും, സംസാരിക്കുമ്പോൾ ഒന്ന് വഴങ്ങണേ, ഒന്ന് വഴങ്ങണേ. ശ്രീ റസാഖ് പാലേരി, അങ്ങ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ചർച്ച നടത്തിയെന്നാണ്. നിങ്ങൾ ഈ ചർച്ച നടത്താൻ പോകുന്ന സമയത്ത് മറ്റുള്ളവർ അതിന് കൈ കൊടുക്കുകയാണോ ചെയ്തിട്ടുള്ളത്, അതോ നിങ്ങളുടെ ചർച്ചയൊക്കെ കേട്ടതിന് ശേഷം ശരി പക്ഷെ നിങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഉദാഹരണമായി മാധു, ഇത് കഴിഞ്ഞ 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും CPM-ഉമായി ധാരണയിൽ മത്സരിച്ചു, പലയിടങ്ങളിലും ജയിച്ചു, മുന്നോട്ട് പോയി. സഖാവ് കോടിയേരി തന്നെ നേതൃത്വം കൊടുത്ത ചർച്ചയായിരുന്നു അന്ന് നടന്നത്. ഇത് ഷാനിവ് നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BJP കണ്ണുരുട്ടുമ്പോഴേക്ക് നിങ്ങൾ ഭയന്നു പോകരുത്. ഏറ്റവും വലിയ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്. എന്തിനാണ് BJP-യുടെ കണ്ണുരുട്ടിന് മുമ്പിൽ CPM-ഉം കോൺഗ്രസും ഭയന്നു പോകാതെ ഈ വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും എന്തുകൊണ്ടാണ് ഞങ്ങൾ RSS-നെ എതിർക്കുന്ന അതേ ആർജവത്തോടെ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയെ എതിർക്കുന്നത് എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞ കുറച്ച് സെക്കൻഡുകൾ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇവർ പരസ്പരം മുസ്ലിം വിരുദ്ധതയും ഇവർ പരസ്പരം മുസ്ലിം തീവ്രവാദത്തെ ഒരു വിഭാഗം വളർത്തുമ്പോൾ ആ പേര് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് നിങ്ങളാണ്. യൂസഫ് തരിഗാമിക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി യൂസഫ് തരിഗാമിക്കെതിരെ നിർത്തിയിട്ട് പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് BJP ആണ്. ആ BJP പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മതേതര നിങ്ങൾ ഇവരുമായിട്ട് സഖ്യ എന്ത് പ്രസംഗമാണ് നിങ്ങൾ നടത്തുന്നത്? ഒരു മിനിറ്റ് ശ്രീ ഷാനിബ അങ്ങ് മറുപടി പറഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അങ്ങേക്കാണ്, എന്റെ അല്ല, അങ്ങയുടേതാണ്. ഗൗരവ സ്വഭാവം മനസ്സിലാകുന്നില്ലേ? സഹായ സമിതിയായി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിലും. നോക്കൂ ശ്രീ MP രാജേഷുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് പറഞ്ഞ കാര്യം, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ പങ്കെടുത്ത ആളാ പറഞ്ഞു ഷാനിബെ. ചർച്ചയിൽ പങ്കെടുത്ത ആൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇന്ന് മാതൃഭൂമിയുടെ സൂപ്പർ പ്രൈം ടൈമിലുണ്ടായ 2 ആരോപണങ്ങളാണ്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നു, മത്സരിച്ചു, പലയിടങ്ങളിൽ വിജയിച്ചു എന്ന് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറഞ്ഞത്. സീതാറാം യെച്ചൂരിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത് MP രാജേഷാണ് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് AKG ഭവനിലേക്ക് എന്നുള്ളതാണ് അടുത്ത ആരോപണം. സ്വാഭാവികമായും വളരെ പ്രക്ഷുബ്ധമായ ആകാൻ സാധ്യതയുള്ള ആരോപണങ്ങളാണ്. കേരളം അതിന്റെ രാഷ്ട്രീയമായ അദ്ദേഹം അത് നിരസിക്കുന്നുണ്ട്. അതിന് മറുപടി കാത്തുനിൽക്കുകയാണ്. വളരെ